സുഹൃത്തുക്കളെ നമസ്കാരം. ഈ പ്രാവശ്യത്തെ കേരള സർക്കാരിന്റെ ബജറ്റിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവനയൊക്കെ ധനകാര്യ വകുപ്പ് മന്ത്രി DA കുറിച്ച്, ഡിയേർനസ് അലവൻസിനെ കുറിച്ച് നടത്തിയിരുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പ്രാബല്യത്തിൽ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരള സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA 22% നിലവിലുണ്ടായിരുന്നത്. അത് 25% കൂട്ടിയിരിക്കുന്നു. ഇത് എന്ന് മുതലാണ് കിട്ടുക, ആർക്കൊക്കെയാണത് കിട്ടുക എന്നുള്ള കാര്യമാണ് നമ്മൾ പെട്ടെന്ന് ഈ ഉത്തരവ് ഒന്ന് കീറി മുറിച്ച് നോക്കി പരിശോധിക്കുന്നത്, അതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഇവിടെ കറക്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. നിലവിലെ DA എന്ന് പറയുന്നത് 22%. ആ DA ഉയർത്തിയിരിക്കുന്നത് 25%. ഇതില് പെൻഷൻ മേടിക്കുന്ന ആൾക്കാർ, അവർ പെൻഷൻ പറ്റിയിട്ടുണ്ടാവുക ഇതിനു മുമ്പത്തെ ഏതെങ്കിലും ഒരു ഫിനാൻസ് സ്കെയിൽ അല്ലെങ്കിൽ ഒരു ശമ്പള കമ്മീഷന്റെ ആ ഒരു സ്കെയിലിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ പഴയ സ്കെയിലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 2016 ആ ഒരു രീതി അനുസരിച്ച്, സ്കെയിൽ അനുസരിച്ച് പെൻഷൻ മേടിച്ചവരുണ്ടായിരിക്കാം, സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയവരുണ്ടായിരിക്കാം, 2011 ഉണ്ടായിരിക്കാം, 2006 ഉണ്ടായിരിക്കാം, 1998 ഉണ്ടായിരിക്കാം. അപ്പൊ അന്നത്തെ വേതനം എങ്ങനെയായിരുന്നോ, വേതനത്തിന്റെ നിരക്ക് എങ്ങനെയായിരുന്നോ, അതിലെ DAയിൽ നിന്ന് ജസ്റ്റ് 3% അല്ല കൂട്ടിയിട്ടുള്ളത്. നിലവിൽ കൈപ്പറ്റുന്ന എത്രയാണോ ആ പെർസെന്റേജിൽ നിന്നും 3% നിലവിലെ ഉദ്യോഗസ്ഥർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ പെൻഷനൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല നിരക്കിൽ, ഇവിടെ നോക്കി പഴയ ഏത് നിരക്കിലാണോ അവർ ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് അതിന് ആനുപാതികമായിട്ട് നല്ല ഉയർന്ന നിരക്കിൽ DA അവർക്ക് ലഭ്യമാവും. ഇതും അവരുടെ കയ്യിലേക്ക് വരികയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇതിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്? സാറേ എപ്പോഴും DA കൂട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് നമുക്ക് കയ്യിൽ കിട്ടുമോ? ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന് വല്ല പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞാനിപ്പോഴും പറയാണ്, DA കൊടുക്കാൻ താമസിച്ചു എന്ന്, അല്ലെങ്കിൽ DA കൊടുക്കാനായിട്ട് അരിയർ ഇത്ര കിടക്കുന്നു, ഇത്ര കിട്ടാനുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾ PSCക്ക് പഠിക്കാതിരിക്കാറുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾ അപ്പോഴും പഠിക്കുന്നില്ലേ? കാര്യം ഇത് ചിലപ്പോൾ കിട്ടാൻ അല്പം ലാഗ് ഉണ്ടായാലും നമുക്ക് കിട്ടുന്ന എമൗണ്ട് തന്നെയാണ്, നമ്മളിലേക്ക് എത്തിച്ചേരുന്ന എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. 3% ഇൻക്രീസ് എന്ന് പറഞ്ഞാലും അത് ഒരു മികച്ച വാർത്ത തന്നെയാണ്. ഓർക്കുക, എന്തിനാണ് ഈ DA കൊടുക്കുന്നത്? ഡിയേർനസ് അലവൻസ് അല്ലെങ്കിൽ ഡിയേർനസ് റിലീഫ് എന്ന് പറഞ്ഞ് പെൻഷനേഴ്സിനും ഈ സംഭവം കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നിലവിലെ ഇൻഫ്ലേഷനെ ഒന്ന് ബീറ്റ് ചെയ്യാനാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാധനങ്ങൾക്കെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവനക്കാർക്കുള്ള സാലറിയും അതിനനുസരിച്ച് അല്പം കൂടിയാലേ അവരുടെ ജീവിത നിലവാരം ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, പ്രതിസന്ധികളും കാര്യങ്ങളും വാർത്തകളും പലതും നമ്മൾ കേൾക്കും. പക്ഷെ നമ്മുടെ ശുഭാപ്തി വിശ്വാസം എന്താ? നമ്മൾ ഇപ്പൊ പഠിച്ചാലും നിങ്ങൾക്കൊരു ജോലി കിട്ടും. ആ ജോലി കിട്ടിയാലും മോശമില്ലാത്തൊരു സാലറി ഭാവിയിലേക്കായാലും ഇപ്പോഴത്തെ സ്കെയിൽ നിങ്ങൾ കാണുന്നതിനേക്കാളും എന്തായാലും വ്യത്യാസം വരും. കേന്ദ്ര സർക്കാർ പരിഷ്കരിക്കുന്നു, വലിയ സ്കെയിൽ വരുന്നു, അവർക്ക് നല്ല സാലറി കിട്ടുന്നു. ഇതുപോലെ കേരള സർക്കാരിനും വലിയ മോശമില്ലാത്ത സാലറി ഒക്കെ റിവിഷൻ ഉണ്ടാവും, DAയുടെ വർധനവ് ഉണ്ടാവും. ആ DA എന്തായാലും കിട്ടാതെ പോകുന്നതല്ല, അല്പം താമസിച്ചാലും കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ട് തന്നെയാണ്. പ്രത്യേക ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. KSEB, KSRTC തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ നിരക്ക് ഇപ്പോൾ പ്രാബല്യത്തിൽ വരില്ല. ഇതിനനുസരിച്ചായിരിക്കുകയല്ല അവരുടെ സാലറി അടുത്ത മാസം കിട്ടുക, അല്ലെങ്കിൽ മാർച്ചിൽ കിട്ടുക എന്നുള്ളത്. എങ്ങനെ, ഏത് ഓർഡറാണോ, ഏത് രീതിയിലാണോ അവിടെ സാലറി കൊടുത്തുകൊണ്ടിരുന്നത്, DA ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്, അത് തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുക. അത് ആ സ്ഥാപനങ്ങൾ തന്നെയാണ് അതിന്റെ സാലറി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. അല്ലാതെ മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഒരു യൂണിഫോം രീതിയിലുള്ള സാലറി ഡിവിഷനോ സ്കെയിലോ ആയിരിക്കുകയല്ല അവിടെ. അത് പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ KSEBക്കോ KSRTC ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക്, ചില പ്രത്യേക സ്ഥാപനങ്ങൾക്ക്, കോർപ്പറേഷനുകൾക്ക് ഇത് ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു വാർത്ത തന്നെയാണ്. പ്രിപ്പറേഷനൊക്കെ കുറച്ചുകൂടെ നല്ലതാക്കൂ. നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട്, നിങ്ങൾക്ക് സ്ഥിരതയുള്ളൊരു ജോലി, ഉറപ്പുള്ളൊരു ജോലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി, നിങ്ങൾക്ക് ഒരു പ്രൈഡ് തരുന്ന ജോലി നിങ്ങളുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ. സൈലം PSCയോടൊപ്പം നിങ്ങൾ പഠിക്കൂ, ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.